Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്കതിൻ്റെ ആൻസേഴ്സ് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. First question, check whether 12 raised to n can ends with the digit 0 for any natural number n. ഇതിനോട് സിമിലർ ആയിട്ട് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. 4 raised to n, 6 raised to n. അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും ആൻസർ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടും 2ഉം 5ഉം രണ്ട് നമ്പേഴ്സും അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ it cannot be ends with digit 0. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡിലാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. So if any number ends with digit 0, then it must have factors 2 and 5. അപ്പോൾ നമുക്കിവിടെ 12 raised to n ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 12 raised to n, 12നെ നമുക്ക് 4 into 3 എന്ന് എഴുതാം. 4 into 3 the whole raised to n, അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് 2 square. അപ്പോൾ 2 square into 3 the whole raised to n, അല്ലെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ 2 raised to 2n into 3 raised to n. അപ്പോൾ ഇവിടെ ഉള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉം. അതായത് 12 raised to n എന്ന് പറയുന്ന 12 raised to 1, 12 raised to 2, അങ്ങനെ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന the only two prime factors are 2 and 3. അതായത് 5 ഇവിടെ ഉണ്ടാവില്ല. 2ഉം 5ഉം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് 5 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ 0യിൽ എൻഡ് ചെയ്യുകയും ഉണ്ടാവുള്ളൂ. Thus 12 raised to n is not divisible by 5. Hence, by the uniqueness of fundamental theorem of arithmetic, there are no other primes in the factorization of 12 raised to n other than 2 and 3. Only 2 and 3 രണ്ട് prime numbers 12 raised to n എന്ന് പറയുന്ന type of numbers factorize ചെയ്യുമ്പോൾ ഉണ്ടാവുള്ളൂ. So there is no natural number n for which 12 raised to n ends with digit 0. Second question. Find the LCM and HCF of 90 and 144 and verify that LCM into HCF equal to product of the integers. ഫസ്റ്റ് നമ്മളിപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ LCM HCF കണ്ടുപിടിക്കാം. സെപ്പറേറ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് അങ്ങനെ നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാവേ. ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് എഴുതുക, 90, 144. രണ്ട് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സാണ്. സോ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 90/2 ദറ്റ് ഇസ് 45. 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72. ഇനി ഇപ്പോൾ ഇത് 5 കൊണ്ടും ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇനി വേറെ ഏതാ നമ്പർ ചെക്ക് ചെയ്യേണ്ടത്? രണ്ടും 3 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? 4 + 5 9, അതുപോലെ 7 + 2 9. അപ്പം രണ്ട് നമ്പേഴ്സിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് 9 ആയതുകൊണ്ട് അത് ഡിവിസിബിൾ ബൈ 3 ആയതുകൊണ്ട് രണ്ട് നമ്പേഴ്സും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 15ഉം വരും. 72 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 24. പിന്നെ ഈ രണ്ട് നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നമുക്കറിയാം ഇത് പിന്നെയും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 3s are 15 and 8 3s are 24. ഇനിയിപ്പോൾ നമുക്ക് വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. 8നെ 5നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ദെൻ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ വന്നിരിക്കുന്ന ഈ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്, ഇത് HCF. അതുപോലെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പിന്നെ ഈ 5 × 8 ഇത് മൊത്തത്തിലാണ് LCM വരുന്നത്. HCF എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാത്രം പ്രോഡക്റ്റ്. അതാന്ന് തോന്നുന്നു കുറച്ചും കൂടി ഈസി ചെയ്യാൻ നമുക്ക്. LCM is equal to, ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 2 × 3² × 5 × 8. അതുപോലെ അതിൻ്റെ ആൻസർ വരുന്നത് 2 × 3² × 5 × 8 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും 720 എന്ന് കിട്ടും. അതുപോലെ HCF എത്രയാണെന്ന് പറയുന്നത് 2 × 3². 2 × 3² 9 × 18 വരും. അപ്പോൾ LCM നമുക്ക് 720 കിട്ടി, HCF 18 കിട്ടി. ഇനി നമ്മൾ ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാനൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് LCM × HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദി ഇൻറ്റിജേഴ്സ്. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. LCM × HCF is equal to 720 × 18. 720 × 18 നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 12,960. 12,960 എന്ന് കിട്ടും. അതുപോലെ ഗിവൺ നമ്പേഴ്സ് ആർ 90 and 144. അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 90 × 144 അതും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 12,960.
അപ്പോൾ നമ്മൾ റിസൾട്ടും വെരിഫൈ ചെയ്തു. LCM HCFും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് തന്നെ ചെയ്തോ കേട്ടോ. ഇത് നിങ്ങൾ രണ്ടോ മൂന്നോ നമ്പേഴ്സിൻ്റെയൊക്കെ LCM HCFും കാണേണ്ട ക്വസ്റ്റിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മെത്തേഡും ട്രൈ ചെയ്യാം. എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കിട്ടും. സോ ദ റിസൾട്ട് ഈസ് വെരിഫൈഡ്, ഹെൻസ് വെരിഫൈഡ്. Third question, what is the smallest number that when divided by 35, 56 and 91 leaves remainder of 7 in each case? അതായത് ഇവിടെ എന്താ ചെയ്യേണ്ടത്? 35, 56, 91 ഈ മൂന്ന് നമ്പേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 7 റിമൈൻഡർ വരുന്ന സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഇപ്പോൾ റിമൈൻഡർ എന്നുള്ള ആ സെക്ഷൻ ഇല്ലാതെ what is the smallest number which divisible by 35, 56 and 91 എന്നായിരുന്നെങ്കിലോ 35 കൊണ്ടും 56 കൊണ്ടും 91 കൊണ്ടും എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ മൂന്ന് നമ്പേഴ്സിൻ്റെയും കൂടെ LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ മൂന്ന് നമ്പേഴ്സിൻ്റെയും കൂടെ LCM കണ്ടുപിടിക്കുക. സോ നമ്മൾ മൂന്ന് നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമ്മൾ ഇപ്പോൾ യൂഷ്വലി ചെയ്യുന്ന മെത്തേഡ് തന്നെ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 7. അപ്പം 5 × 7 35. നെക്സ്റ്റ് നമ്പർ ഈസ് 56. 56നെ നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 28. 28ന് പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14. പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. നെക്സ്റ്റ് നമ്പർ 91. 91 എടുത്തു കഴിഞ്ഞാൽ 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം സം ഓഫ് ലാസ്റ്റ് ഡിജിറ്റിനെ ഡബിൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് 2 കിട്ടും. 9 - 2 7 ആണ്. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് നമുക്ക് 13. അപ്പം 91 നമുക്ക് 7 × 13 എന്നാണ് എഴുതാൻ പറ്റുന്നത്. ഓരോ നമ്പേഴ്സ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 35ന് 5 × 7, 56 ഈക്വൽ ടു 2³ × 7 ആൻഡ് 91 ഈക്വൽ ടു 7 × 13. LCM of three numbers 35, 56 and 91 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2³ × 5 × 7 × 13. അതാണ് LCM വരുന്നത്. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3640. സോ നമുക്ക് LCM കിട്ടി 3640 എന്ന്. ഇനി ഇതെന്താ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? 3640 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 35 കൊണ്ടും 56 കൊണ്ടും 91 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ മൂന്ന് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പറാണ് ഈ 3640 എന്ന് പറയുന്ന നമ്പർ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ നമ്പേഴ്സ് കൊണ്ടെല്ലാം ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 7 റിമൈൻഡർ വരുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3640യുടെ കൂടെ ഒരു 7 ആഡ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 3640 എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് കൊണ്ടെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു +7 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് കൊണ്ടെല്ലാം ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ആ 7 റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ സോ 3640 + 7 ദറ്റ് ഈസ് 3647. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഹെൻസ് 3647 is the smallest number that when divided by 35, 56 and 91 leaves remainder 7 in each case. Fourth question, find the greatest number of 6 digits exactly divisible by 24, 15 and 36. 24, 15, 36 ഈ മൂന്ന് നമ്പേഴ്സ് കൊണ്ടും എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഏതാ ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഏതാ? 999. 9 വരുന്ന നമ്പറാണ് ഏറ്റവും. അത് 9,99,999. അതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. ഇനി ഈ നമ്പറിനെ അല്ല ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 6 ഡിജിറ്റ് നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. അപ്പം ഓരോന്നിനും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 24, 15 and 36. 24നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2, 12, again 2, 6, 2, 3. അപ്പോൾ 24 എന്ന് പറയുന്നത് 2³ × 3. ദെൻ 15നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 × 5 എന്നാണ് വരുന്നത്. സോ 15 is equal to 3 × 5. ലാസ്റ്റ് നമ്പർ ഈസ് 36. 36നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 1, 12, then again 3, 4, 2 × 2, 4.
സോ അതിന് നമുക്ക് എഴുതാൻ പറ്റുന്നത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. നമ്മൾ എല്ലാത്തിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി നമുക്കിതിൻ്റെ LCM എത്രയാണെന്ന് എഴുതേണ്ടത്. സോ LCM ഓഫ് 24, 15, 36 ഈക്വൽ ടു 2 ക്യൂബ്. 2 ക്യൂബാണ് ഹയസ്റ്റ് വാല്യൂ. സോ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5. സോ ദ ആൻസർ ഈസ്, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 360. LCM നമുക്ക് 3 നമ്പേഴ്സിൻ്റെ LCM 360 ആയിട്ട് കിട്ടി. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. ഈ 3 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. അപ്പം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് നമ്പറിനെ ഈ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ആൻസർ. പക്ഷെ നമുക്ക് ക്ലിയർലി അറിയാം 360 കൊണ്ട് അത് ഡിവിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ നമ്പറിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 999 ഡിവൈഡഡ് ബൈ 360. അപ്പോൾ സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 999. 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ടൈംസ് പറ്റും. 720 സബ്ട്രാക്ടിങ് 9 7 279. ഫസ്റ്റ് 9 നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ 2799 വന്നു. 7 ടൈംസ് ആണ്. 7 ടൈംസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് 2520. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 7 2. പിന്നെയും 279 ആണ് വന്നത്. ഇനി ഈ 9 എടുത്ത് എഴുതി. സെയിം നമ്പർ തന്നെ ആയതുകൊണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും 2520 വരും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പിന്നെ അപ്പോൾ 279 തന്നെ വരും. ലാസ്റ്റ് 9 എടുത്ത് എഴുതി. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ പറ്റും. 2520 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പിന്നെയും 279. ഇനി നമുക്ക് 360യേക്കാൾ ചെറിയ നമ്പറാണ്. ഇനി നമുക്ക് ഇതാണ് റിമൈൻഡർ കിട്ടിയിരിക്കുന്നത്. കോഷ്യൻ്റ് 2777ഉം റിമൈൻഡർ 279. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഡിവൈഡ് ചെയ്യുമ്പോൾ 2777 ഇൻറ്റു 360 പ്ലസ് 279. ഇതുപോലെ നമുക്ക് ഈ ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് റിമൈൻഡർ 279 കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? നമുക്ക് ഈ ലാർജസ്റ്റ് നമ്പറിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 279 റിമൈൻഡർ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിൽ നിന്ന് 279 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇറ്റ്സ് 360 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, സോ ദ ആൻസർ ഈസ്, ഈ ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 279 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9720 എന്ന് കിട്ടും. സോ അപ്പോൾ നമുക്ക് 999720 എന്ന് പറയുന്നതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 24, 15 ആൻഡ് 36. ഈ 3 നമ്പേഴ്സ് കൊണ്ടും എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ 999720 എന്ന് പറയുന്ന നമ്പറാണ്. Fifth question. A circular field has a circumference of 360 km. 3 cyclists start together and can cycle 48, 60 and 72 km a day round the field. When will they meet again? 3 പേര് 360 കിലോമീറ്റർ ഉള്ള ഒരു ഗ്രൗണ്ട്, സർക്കുലർ ഫീൽഡ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഓരോരുത്തരും എത്ര കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ 48, സെക്കൻഡ് പേഴ്സൺ 60, തേർഡ് പേഴ്സൺ 72 കിലോമീറ്റർ. ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന അത്രയും കിലോമീറ്റേഴ്സാണ്. അങ്ങനെ ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സെയിം പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇനി ഇവർ പിന്നെ മീറ്റ് ചെയ്യുന്നതെന്ന ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ സിമിലർ ആയിട്ട് നമ്മൾ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ 360 കിലോമീറ്റർ കവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും എത്ര ദിവസം ഇത് കവർ ചെയ്യാനായിട്ട് എത്ര ഡേയ്സ് എടുക്കും എന്നുള്ളത് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഡിവൈഡ് ചെയ്താൽ മതി. ഫസ്റ്റ് പേഴ്സൺ കവർ ചെയ്യുന്ന ഡേയ്സ് കിട്ടാനായിട്ട് ടോട്ടൽ 360 കിലോമീറ്റർ ആണ്. അതിൽ ഫസ്റ്റ് പേഴ്സൺ 48 കിലോമീറ്റർ ആണ് പെർ ഡേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 48 ചെയ്ത് നോക്കുക. 360 ഡിവൈഡഡ് ബൈ 48 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 15/2. അതായത് 50 ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ തന്നെ കിടന്നോട്ടെ.
അപ്പോൾ അത്രയും ഡേയ്സ് 15/2 ഡേയ്സ് ആണ് ഫസ്റ്റ് പേഴ്സൺ ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്നത്. സെക്കൻഡ് പേഴ്സൻ്റെ കിട്ടാനായിട്ട് 360 ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 ഡേയ്സ്. ദെൻ തേർഡ് പേഴ്സൺ 360 ഡിവൈഡഡ് ബൈ 72 കിലോമീറ്റർ ആണ് ഒരു ദിവസം. 360 ബൈ 72 അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും 5 ഡേയ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതെല്ലാം ഈ ഫ്രാക്ഷനിലൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇതിനെ അവേഴ്സിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, 15/2 ഇൻറ്റു 24 അവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് 12. സോ 180 അവേഴ്സ് എന്ന് കിട്ടും. രണ്ടാമത്തത് 6 ഇൻറ്റു 24 144. സോ 144 അവേഴ്സ്. ദെൻ തേർഡ് പേഴ്സൺ 5 ഡേയ്സ് ആണ്. ഡേയെ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം ഇൻറ്റു 24. നമുക്ക് കിട്ടുന്നത് 120 അവേഴ്സ്. അപ്പോൾ ഓരോരുത്തരും അതായത് ഫസ്റ്റ് പേഴ്സൺ 180 അവേഴ്സ് എടുക്കും ആ 360 കിലോമീറ്റർ ഫുൾ കവർ ചെയ്യാനായിട്ട്. സെക്കൻഡ് പേഴ്സൺ 144 അവേഴ്സ് എടുക്കും. തേർഡ് പേഴ്സൺ 120 അവേഴ്സ് എടുക്കും. ഇനി എന്ത് ചെയ്താൽ മതിയായിരിക്കും, ഈ 3 നമ്പേഴ്സിൻ്റെയും LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തത് സെയിം ടൈമിൽ സെയിം പോയിന്റിൽ നിന്നാണ്. അപ്പം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെ എത്ര അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെയും മീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 3 നമ്പേഴ്സിൻ്റെയും LCM കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ ആദ്യം 180 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ, അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ ഫാക്ടറൈസേഷൻ മാത്രം ഇവിടെ എഴുതാം. 2² ഇൻറ്റു 3² ഇൻറ്റു 5 180. നെക്സ്റ്റ് നമ്പർ 144, അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2⁴ ഇൻറ്റു 3². തേർഡ് നമ്പർ 120, അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടുന്നത് നമുക്ക് 120 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2³ ഇൻറ്റു 3 ഇൻറ്റു 5 2³ ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി LCM ഞാനിവിടെ തന്നെ അങ്ങ് എഴുതും. LCM is equal to 2² 2⁴ 2�3 വരുമ്പോൾ 2⁴. പിന്നെ 3² 3ക്കകത്തുനിന്ന് 3², 5 ഹയസ്റ്റ് പവർ 5 തന്നെ, അപ്പോൾ ഇൻറ്റു 5. സോ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2⁴ ഇൻറ്റു 3² ഇൻറ്റു 5 ദറ്റ് ഈസ് 720 എന്ന് കിട്ടും. ദറ്റ് മീൻസ് 720 അവേഴ്സ് കഴിയുമ്പോഴാണ് അവർ പിന്നെയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. നമുക്ക് 720 അവേഴ്സ് എന്നുള്ള ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിലോ, ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 720 ഡിവൈഡഡ് ബൈ 24. 1 ഡേ എന്ന് പറഞ്ഞാൽ 24 അവേഴ്സ്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. സോ 30 ഡേയ്സ്. അപ്പോൾ എന്താ ആൻസർ? ആഫ്റ്റർ 30 ഡേയ്സ് ദ 3 സൈക്ലിസ്റ്റ് വിൽ മീറ്റ് അഗെയിൻ. അപ്പോൾ അതാണ് ആഫ്റ്റർ 30 ഡേയ്സ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ദേ വിൽ മീറ്റ് അഗെയിൻ. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ, അതായത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതും എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ഗിവൺ √2 ഈസ് ഇറാഷണൽ അല്ലെങ്കിൽ √3 ഈസ് ഇറാഷണൽ. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്ക വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.